അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് തഗ് ലൈഫിൻ്റെ ട്രെയിലർ റിയാക്ഷൻ. ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസമായി, നമുക്ക് സമയം കിട്ടിയില്ല, ഇപ്പോഴാണ് സമയം കിട്ടിയത്. സോ നമുക്ക് തഗ് ലൈഫിൻ്റെ ട്രെയിലർ, മണിരത്നവും കമൽഹാസൻ ഇന്ത്യൻ 2-ൻ്റെ അല്ലേ ദയനീയ പരാജയത്തിന് ശേഷം പിന്നെ എത്ര വർഷത്തിന് ശേഷം മണിരത്നോട്ട് ഒന്നിക്കുന്ന കൂടാം. തുഗ് ലീഫ് അയ്യോ. പിന്നെ ഈ സിനിമയിൽ കമൽഹാസനെ കൂടാതെ സിലംബരസൻ, തൃഷ, അഭിരാമി, നാസർ, ഒരു വലിയ ആദ്യം എനിക്ക് തോന്നുന്നു എന്താണ് ദുൽഖർ സൽമാനായിരുന്നു ഈ ചിമ്പുവിൻ്റെ റോളിലെന്നൊക്കെ പറഞ്ഞൊരു റൂമറുണ്ടായിരുന്നു. ഒരു റൂമറല്ല, ആക്ച്വലി ഇവരൊരു പോസ്റ്റ് അടിച്ചായിരുന്നു വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ വെച്ചു. പിന്നീട് അത് മാറിയാണ് ചിമ്പു വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു സ്നീക്ക് പീക്ക് പോലെ ഒരു ചെറിയൊരു ഇത് വന്നില്ലേ, ഒരു ടീസർ ആദ്യം അല്ലേ, വിൻവിളി നായക എന്ന് പറഞ്ഞൊരു ടീസർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു സാധനം വരുന്നത് അതുപോലെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് മറ്റേ ആക്ഷനൊക്കെ ഉള്ള അതിൻ്റെ ലുക്കി വരാമെന്ന് വിചാരിച്ചാൽ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട്. സോ നമുക്കപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ചേട്ടാ ട്രെയിലർ ഉണ്ട്, ഓർക്കല്ലേ? ഫ്രെയിം റേറ്റ് ഡ്രോപ്പ്. അത് സാധനമാണ്, വലിയൊരു പാൻറ്റാണ്. ഡൽഹി உயிரை காப்பாத்துறவன் யமன்கிட்ட இருந்து மீட்டு எடுத்துறேன். உன் தலையெழுத்தையும் என் தலையெழுத்தையும் ஒன்னா எழுதி வச்சுட்டான். ഇനിമേ നീ നാനും ഒന്ന്. നായകൻ ലുക്കല്ലേ? മറ്റേ ഡിയേജിയാണ് അല്ലേ? മരണമില്ലാത്ത ഓ തൃഷ കമൽഹാസന്റെ പേരാണോ? എല്ലാവരും ചിമ്പുവിന്റെ പേരാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഡൽഹിയാ മൊത്തം അല്ലേ? മുംബൈയിൽ നിന്ന് മാറി. ഓ അത് കമൽഹാസന്റെ പേരല്ലേ? രംഗറായ ശക്തി പേര്. ഫേസ് ഓഫ്. ഓ ദുൽഖർ സൽമാനെ കിട്ടേണ്ട ഇടിയായത്. അഞ്ചാം തീയതി അടുത്ത ആഴ്ച അല്ലേ? ദുൽഖർ സൽമാന് കിട്ടേണ്ട ഇടിയാണ് ഇവിടെ മിസ്സായിരിക്കുന്നത്. എന്തായിരിക്കും പുള്ളി പിന്നെ മാറാൻ? മലയാളത്തിൽ കിട്ടേണ്ട ഇടിയല്ലേ? അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് നല്ല പടമായിരിക്കില്ലേ ചിലപ്പം, കണ്ടിട്ട് രസം ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ മണിരത്നത്തിൻ്റെ ഒരു അല്ലേ, യൂഷ്വലി ഈമാരെ അതിൽ എടുക്കാത്ത പുള്ളി ഒരു പ്രോപ്പർ ആക്ഷൻ പടം അല്ലെങ്കിൽ ആക്ഷൻ കുറച്ച് കൂടുതലുള്ള. പിന്നെ ട്രെയിലറിൽ നമ്മൾ അത്രയും കണ്ടാണോ പടത്തിൽ ഇത്രയും ഉണ്ടാവുന്ന അല്ല. പൊന്നിയിൻ സെൽവനിൽ വലിയ ആക്ഷൻ പടം എന്ന് പറയാൻ പറ്റില്ല, വലിയ ആക്ഷൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് ഇതൊക്കെ എന്ത് യുദ്ധമൊക്കെ എടുത്തല്ലേ. ഇപ്പം എന്ത് രണ്ടുപേര് തമ്മിൽ ഇടിക്കുന്നത് എന്ത് പ്രശ്നം. അൻപറിവാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ കമൽഹാസൻ വിക്രത്തിന് ശേഷം അൻപറിവിനെയൊക്കെ കൂട്ടിയിരിക്കും. ഇപ്പം അൻപറിവിൻ്റെ അടുത്ത പടത്തിൽ അൻപറിവ് ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഒരു വിക്രം പൊന്നിയിൻ സെൽവനിൽ പുള്ളി ഉണ്ടായിരുന്നു. പൊന്നിയിൻ സെൽവൻ 3 പേരെന്തോ ഉണ്ടായിരുന്നു. പൊന്നിയിൻ സെൽവൻ എനിക്ക് അറിയത്തില്ല. പൊന്നിയിൻ സെൽവനൊക്കെ മറ്റേ ആൾക്കാർ മറ്റേ നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ ഈ പ്രത്യേകിച്ച്. 3 പേരെന്തോ ഉണ്ടായിരുന്നു. ഓരോ ഫൈറ്റ് സീൻസിനും ഓരോരുത്തർ അറിയില്ല ഈ ഉണ്ടാവുമോ. ഇത് ആക്ച്വലി അൻപറിവ് ഇപ്പം കമൽഹാസൻ അവർ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിൽ കമൽഹാസൻ നായകൻ. അപ്പോൾ കമൽഹാസനായിട്ടുള്ള മൂന്നാമത്തെ, അതായത് ഇതിൻ്റെ കഥ പുള്ളി പറഞ്ഞത്, കഥയല്ല ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞത്, അതായത് ഒരാൾ മരിച്ചു പോയെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരാൾ തിരിച്ചു വരുന്നു എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതേ കഥ തന്നെയാണ് ലോകേഷ്വൻ പറഞ്ഞത്, അതാണ് വിക്രമായിട്ട് വന്നേക്കുന്നത്. മറ്റേ മെയിൽ അയക്കുമ്പോഴത്തേക്കും CC വെച്ച് രണ്ടുപേർക്ക് അയച്ച് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, പിന്നെ കമൽഹാസനാണ് എൻ്റെ സ്റ്റോറി. തിരക്കഥയിലുണ്ടോ എന്നൊക്കെ അറിയത്തില്ല കേട്ടോ, കാണുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല, ക്രിയേറ്റീവ് കൺട്രോൾ എന്തായാലും ഇത്രയും വലിയൊരു വർക്ക് ചെയ്യുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിരത്നത്തിന്റെ 50% മണിരത്നവും 50% കമൽഹാസൻ. ഉണ്ടാക്കപ്പെടുന്ന മറ്റേ പേരുകളും പറയുന്ന ഡയലോഗിലും ഒക്കെ ഇപ്പൊ ട്രെയിലറിനകത്ത് വരെ ഇപ്പം ഒന്ന് അമരൻ
എന്ന പേര് പിന്നെ റെങ്കറായ തുടക്കം തന്നെ മറ്റേ എന്തോ ഞാൻ 6 പാഞ്ഞാൽ ഞാൻ 8 പാഞ്ഞാൽ നീ 18 പായോ എന്ന് പറയുമ്പോൾ അതെ. അപ്പം സിംബു ഉടനെ തന്നെ എതിർക്കത്തില്ലേ 16 18 അപ്പം 16 എന്ന് പറഞ്ഞിട്ട് അപ്പം കണക്കില് എന്റെ കണക്കൂട്ടൽ തെറ്റി നിന്നെ കുറിച്ചുള്ള ആസാനാന്ന് തോന്നുന്നു. ഓ നിങ്ങൾ ഡയലോഗിൽ തന്നെ പിടിച്ച് ട്രെയിലറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തു. അല്ല ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന ട്രെയിലർ ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിടാനൊക്കെ അവർ അല്ല അതല്ല ഏട്ടാ, ഇപ്പോൾ ട്രെയിലറിനകത്ത് ഇങ്ങനൊരു ഐഡിയ മൊത്തം തന്നില്ല. ഇപ്പോൾ ചിമ്പുവും ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് വരും എന്നുള്ള ലൈൻ ഓഫ് ഒരു സംഭവമാണല്ലോ ഇപ്പോൾ ട്രെയിലർ നമ്മൾ കാണുന്നത്. പിന്നെ ഇതൊരു ടെംപ്ലേറ്റഡ് ലൈൻ ഉണ്ടല്ലോ ഏട്ടാ, അതായത് എടുത്തു വളർത്തിയ മകൻ പുള്ളിക്കെതിരാവുന്നു, പക്ഷേ കഥയിൽ പുള്ളിക്കെതിരല്ല, ശരിക്കും ഇവനല്ല വില്ലൻ, വേറൊരാൾ നടുവിൽ നിന്ന് കളിക്കുന്നുണ്ട്. അത് നാസറായിരിക്കും, അല്ലെങ്കിൽ നാസറിൻ്റെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും. ഫൈനലി ഇവർ രണ്ടുപേരും ചേർന്ന് ശിവൻ ശക്തി ചേർന്ന മാസിഡ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നിന്ന് വില്ലന്മാരെ തീർക്കും. കൈൻഡ് ഓഫ് ലൈനാണെന്ന് തോന്നുന്നു. അതായത് വിക്രത്തിൽ നിന്ന് ചുറ്റി ധരിച്ച ഇല്ലടാ ജില്ല എന്നിട്ട് തുടക്കം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ധാരണ അങ്ങനെയായിരുന്നായിരിക്കും. അങ്ങനെയാണ് പുള്ളി മരിച്ചിട്ട് ഈ മറ്റേ മൊണാസ്ട്രി ചെന്നിട്ട് മറ്റേ ബാറ്റ്മാൻ്റെ ഒക്കെ സീനൊക്കെ ഇല്ല, അതുപോലെ പുള്ളിക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടായി. പുള്ളിയെ കൊന്ന് മറ്റേ മഞ്ഞുമയിൽ ഉപേക്ഷിക്കും. അവിടെ നിന്ന് മറ്റേ ലാമ അവർക്ക് കിട്ടി, അവർ കൊണ്ടുപോയി നന്നാക്കി അവസാനം മറ്റേ കുങ്ഫു കരാട്ടൊക്കെ പഠിപ്പിച്ചിട്ട്. അല്ല ധാരണകൾ മാറുമല്ലോ, അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോഴത്തേക്കും തഗ് ലൈഫാണല്ലോ. ഏതായാലും 5-ാം തീയതി ഫസ്റ്റ് വർഷമാണ്. കാര്യം ഇത് മരുന്നതിൻ്റെയൊക്കെ അപ്പുറം എല്ലാം ഫസ്റ്റ് വർഷം കാണുന്നല്ലേ നമ്മൾ. അതും പിന്നെ എസ്പെഷ്യലി കമലഹാസൻ. ഞാനൊരു ആണ്ടവർ ഫാനാണ്, അപ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് വർഷം പടം കാണുന്നതായിരിക്കും. ഇതിനു മുമ്പത്തെ വിക്രം കഴിഞ്ഞിട്ടല്ലേ? വിക്രം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടു ഞാൻ ഫസ്റ്റ് വർഷമുണ്ട്. ഇന്ത്യൻ ടു ഞാൻ 2 വട്ടം കണ്ടു. ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്ത് ഇന്ത്യൻ ടു 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ത്യൻ 2 ഇട്ടേക്കുന്ന നീ 2 വട്ടം കാണണം. ആദ്യം ഫസ്റ്റ് വർഷം ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോടെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വീണ്ടും വിളിച്ച് ഈ പടം കാണാൻ. ഞാൻ കൊള്ളത്തില്ലാതെ പറഞ്ഞിട്ടും പിന്നെയും നിർബന്ധിതമായി അവർ കൂടെ പോകേണ്ടി വന്നു. ഞാൻ ആ സമയത്ത് രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ നല്ലൊരു എൻജോയ് ചെയ്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ സംഭവം മലകളുടെയാണ്. ഇനി നമുക്കിതിനെ ആ രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടാമത് കണ്ടപ്പോൾ ഞങ്ങൾ ഫുൾ ഫൺ, അതായത് സ്റ്റാർട്ട് ടു എൻഡ് ചിരിക്കാനുള്ള പടമാണ്. അങ്ങനെ ആക്കി രണ്ടാമത്തെ കാഴ്ച എനിക്ക് ഇന്ത്യൻ 2 ഭയങ്കര എന്റർടൈൻമെന്റ്. നമ്മളെ രണ്ടും കൂടെ അല്ലേ മറ്റേ ഇന്ത്യൻ 1 അപ്പോൾ ആ സമയത്ത് റീ റിലീസ് ചെയ്തത്. അത് കണ്ട് ഞാൻ 2 എനിക്ക് കാണാൻ തോന്നാഞ്ഞോണ്ട് ഇന്ത്യൻ 1 അന്ന് ഈ 2-ന് മുമ്പ് ഒരു റീ റിലീസ് നടത്തിയപ്പോൾ ഞങ്ങളുടെ അവിടെ പോയി കണ്ടു. അത് നമ്മൾ തിയേറ്ററിൽ 4 പേരെ കണ്ടുള്ളായിരുന്നു അല്ലേ, നമുക്ക് വേണ്ടി മാത്രം ഷോ നടത്തിയാലേ. അതെ. സോ തഗ് ലൈഫ് ജൂൺ 5-ാം തീയതി റിലീസാണ്. നമ്മൾ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനായിട്ട് വരാം.